നമസ്തേ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇന്ത്യയിലാകെ 7 ഐസർ സ്ഥാപനങ്ങളാണ് നിലവിലുള്ളത്. കേരളത്തിൽ തിരുവനന്തപുരമാണ് ഈ മേഖലയിൽ ഏറ്റവും അഭിമാനാർഹമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മുൻപന്തിയിൽ തന്നെ ഐസർ തിരുവനന്തപുരത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളാണ് ഐസറുകളിൽ ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്നത്. 5 വർഷ പഠന കാലയളവിൽ ആദ്യത്തെ 2 വർഷം, അതായത് 4 സെമസ്റ്ററുകളിൽ എല്ലാ സബ്ജക്റ്റുകളും ഒരു കുട്ടി പഠിച്ചിരിക്കും. അതിൽ ഏറ്റവും നല്ല മാർക്ക് മേടിക്കുന്ന, ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സബ്ജക്റ്റിലായിരിക്കും അദ്ദേഹം മേജർ സബ്ജക്റ്റായി എടുത്ത് പഠിക്കുകയും മറ്റൊരു സബ്ജക്റ്റ് മൈനറായിട്ട് എടുത്ത് പഠിക്കുകയും ചെയ്യാം അടുത്ത 2 വർഷങ്ങളിൽ. ഏറ്റവും അവസാനത്തെ 5-ാമത്തെ വർഷം മെയിൻ സബ്ജക്റ്റിൻ്റെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുമായിരിക്കും. സയൻസ് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ സയൻസിൻ്റെ റിസർച്ചിലൂടെ സയൻസിൻ്റെ ഈ ഉന്നത നിലവാരമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ റിസർച്ചിലൂടെ ഇന്ത്യക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ ശാസ്ത്രത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റും, നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകളിലൂടെ രാജ്യത്തെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനങ്ങളാണ് ഐസറുകൾ. ഏറ്റവും സയൻസ് പഠിക്കാനുള്ള ഏറ്റവും തീവ്രമായ ആഗ്രഹമുള്ള, ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്ന ഏറ്റവും തീവ്ര ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് സ്വന്തം മേഖലകൾ കണ്ടെത്തുവാനും അത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിലെ ഏത് ലാബിലും അവനവൻ്റെ വിദ്യാഭ്യാസത്തെ സയൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അന്വേഷണ കുതികൾക്ക് ഏറ്റവും സഹായകരമായ സ്ഥാപനങ്ങളാണ് ഐസർ സ്ഥാപനങ്ങൾ. 5 ഇയർ BSMS പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഭോപ്പാലിൽ 4 ഇയർ BSMS പ്രോഗ്രാമുകളുമുണ്ട്, 4 ഇയർ BS പ്രോഗ്രാമുകളുമുണ്ട്. അതിലും ഈ ഐസർ പ്രവേശനത്തിൽ നമുക്ക് സാധ്യതകൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ വർഷം വരെ 2 വ്യത്യാസങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വർഷം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാനായിട്ട് സാധിക്കും. ഒന്ന്, മുൻ വർഷങ്ങളിലെല്ലാം തന്നെ പലവിധ ചാനലുകളിലൂടെ ഐസറുകളിൽ പ്രവേശനം നേടാമായിരുന്നു. JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക്, KVPയുടെ റാങ്ക്, ഐസർ സ്വന്തമായി നടത്തുന്ന പ്രവേശന പരീക്ഷയൊക്കെ. എന്നാൽ ഈ വർഷം 2024-25 ഈ അധ്യയന വർഷത്തിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 9 നടക്കുന്ന ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ബയോളജിയുടെയും ഉൾപ്പെടുന്ന 15x4 60 ചോദ്യങ്ങളുടെ ഓൺലൈൻ പരീക്ഷയിലൂടെയാണ് ഐസർ പ്രവേശനം സാധ്യമാകുന്നത്. ഒരു വിദ്യാർത്ഥി +1 +2 മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലെങ്കിലും ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലും പ്രവേശന പരീക്ഷയിൽ ഈ സബ്ജക്റ്റുകൾ ഉണ്ട്. അതിൻ്റെ മാർക്ക് കൂടി പരിഗണിച്ചിട്ട് ഏറ്റവും നല്ല റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐസറുകളിലെ പ്രവേശനം. അതാണ് ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് മാത്രമേ ഈ വർഷം ഐസറുകളിൽ പ്രവേശനത്തിനുള്ളൂ എന്നുള്ളതാണ് ഒരു മാറ്റം. മറ്റൊരു മാറ്റം, സാധാരണ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടക്കുന്ന ആ അധ്യയന വർഷത്തെ വിദ്യാർത്ഥികൾക്കും തൊട്ട് മുൻപുള്ള വർഷത്തെ വിദ്യാർത്ഥികൾക്കും മാത്രമേ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനുള്ള അർഹത ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഈ വർഷം 2022 അതായത് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതാം. ക്വാളിഫിക്കേഷൻ എക്സാം +2 സയൻസ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പഠിച്ച 2022, 23, 24 വിദ്യാർത്ഥികൾക്ക് ജൂൺ 9 നടക്കുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കും. 7 ഐസറുകളെ നമ്മൾ പരിചയപ്പെട്ടാൽ ഐസർ ബെരാംപൂർ, ഐസർ ഭോപ്പാൽ, ഐസർ കൊൽക്കത്ത, ഐസർ മൊഹാലി, ഐസർ പൂനെ, ഐസർ തിരുവനന്തപുരം ആൻഡ് ഐസർ തിരുപ്പതി. 5 ഇയർ ഡ്യുവൽ ഡിഗ്രി, ഒരു മേജറായിട്ടും ഒരു മൈനറായിട്ടും നമുക്ക് 2 ഡിഗ്രി പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടും. ക്ലാസ് റൂം പ്രോഗ്രാമുകളാണ്. അതുപോലെ കരിക്കുലം വിത്ത് ഫോക്കസ് ഓൺ ബോത്ത് ബ്രെഡ്ത്ത് ആൻഡ് ഡെപ്ത് ഇൻ ദ നാച്ചുറൽ സയൻസസ്, എൻജിനീയറിംഗ് സയൻസസ് ആൻഡ് എക്കണോമിക്സ്. ഒരു വ്യക്തിയുടെ, ഒരു വിദ്യാർത്ഥിയുടെ അയാളുടെ ഫോക്കസ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലുള്ളതാണെങ്കിലും ഏത് മേഖലകളിലുള്ളതാണെങ്കിലും അതിനെ ഏറ്റവും അധികം പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഐസറുകൾ. ഓപ്പർച്യൂണിറ്റി നമുക്കറിയാം, റിസർച്ചാണ്, ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികളെയാണ് ഐസറുകളിൽ പഠനത്തിനായി എത്തേണ്ടത്. ഫുള്ളി റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്, അതായത് നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള ഹോസ്റ്റൽ സംവിധാനങ്ങളോടുള്ള റെസിഡൻഷ്യൽ പ്രോഗ്രാമുകളായിട്ടാണ് ഐസറുകൾ നടക്കുന്നത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IIT 2024 ജൂൺ 9 നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ ആയിട്ടുള്ളതോ PIO കാർഡ് ഹോൾഡറോ OCI കാർഡ് ഹോൾഡറോ ഏത് വ്യക്തിക്കും IIT 2024 അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും.
2022, 23, 24 വർഷങ്ങളിൽ ഏത് സിലബസിൽ ഏത് സയൻസ് സബ്ജക്റ്റ് പഠിച്ച വിദ്യാർത്ഥികൾക്കും IITക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സബ്ജക്റ്റുകൾ ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആയിരിക്കും. ക്ലാസ് 12 ഓർ ഈക്വലൻ്റ് +2 പഠിച്ച ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ബയോളജിയും ആയിരിക്കും ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റിന് ഉണ്ടാവുക. SC, ST, PWD വിഭാഗത്തിന് 55% +2 മാർക്ക് ലഭിച്ചിരിക്കണം. മറ്റ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 60% മാർക്കാണ് അഡ്മിഷൻ ക്രൈറ്റീരിയയായിട്ട് മിനിമം എലിജിബിലിറ്റി യോഗ്യതയായിട്ട് ഉണ്ടാവേണ്ടത്. സെൻട്രൽ പർപ്പസിനുള്ള എല്ലാ റിസർവേഷൻ പോളിസികളും ഐസർ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് വഴി നമുക്ക് ലഭിക്കും. SC വിഭാഗത്തിന് 15% സീറ്റുകളും ST വിഭാഗത്തിന് 7.5% സീറ്റുകളും തഹസീൽദാരിൽ നിന്നുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 2024 ഏപ്രിൽ 1 ശേഷം എടുത്ത തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഹാജരാക്കേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിക്ലറേഷൻ കൊടുത്തതിന് ശേഷം അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതിയാകും. 27% നോൺ ക്രിമിലെയർ റിസർവേഷൻ ലഭിക്കുന്നത്. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, ലാറ്റിൻ കാത്തലിക്സ് ഏത് OBC വിഭാഗമാണെങ്കിലും സെൻട്രൽ ലിസ്റ്റിലുള്ള തഹസീൽദാരിൽ നിന്ന് 2024 ഏപ്രിൽ 1 ശേഷമുള്ള ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റുള്ള വിദ്യാർത്ഥികൾക്ക് OBC റിസർവേഷൻ ലഭിക്കും. അതിന് ഒന്നുകിൽ ഡിക്ലറേഷൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നോൺ ക്രിമിലെയർ ഒറിജിനൽ തന്നെ അപ്ലോഡ് ചെയ്യുക. PWD വിഭാഗം ഓരോ സെക്ഷനിലും 5% ഹൊറിസോണ്ടൽ റിസർവേഷനാണ് PWD വിഭാഗത്തിന് ലഭിക്കുക. 40% മുകളിൽ ഡിസേബിൾഡ് പേഴ്സൺ ആണെങ്കിൽ PWD കാറ്റഗറിയിൽ അപേക്ഷകൾ സമർപ്പിക്കാം. EWS റിസർവേഷൻ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ യാതൊരുവിധ സാമുദായിക സംവരണവും ലഭിക്കാത്ത ജാതിയിൽപ്പെട്ട ജനറൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് തഹസീൽദാരിൽ നിന്ന് 2024 ഏപ്രിൽ 1 ശേഷം EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുമെങ്കിൽ EWS കാറ്റഗറിയിൽ അപേക്ഷകൾ സമർപ്പിക്കാം. isar-admissions.in എന്ന വെബ്സൈറ്റ് വഴി മെയ് 13 IIT 2024 വേണ്ടി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്തെങ്കിലും പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ മെയ് 16, 17 തീയതികൾ തിരുത്തുവാനായിട്ടും ഹോൾ ടിക്കറ്റുകൾ ജൂൺ 1 നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പരീക്ഷ ജൂൺ 9. ആപ്ലിക്കേഷൻ ഫീസ് 2000 രൂപയായിരിക്കും. PWD വിഭാഗത്തിനാണെങ്കിൽ 1000 രൂപയും. 7ഓളം ഓൺലൈൻ അലോട്ട്മെൻറ്റ് വഴിയാണ് നമുക്ക് സീറ്റുകൾ ലഭിക്കുന്നത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മൾ 7 ഐസറുകളുടെയും പ്രിഫറൻസ് ഓർഡർ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺലൈൻ സീറ്റ് അലോക്കേഷൻ നടക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 35,000 രൂപ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസായിട്ടും അഡ്മിഷൻ ചെല്ലുമ്പോൾ ഏതാണ്ട് 17,500 രൂപ അഡീഷണലായിട്ട് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏതാണ്ട് ഒരു സെമസ്റ്ററിന് 55,000 രൂപ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സെമസ്റ്ററിന് നമുക്ക് ട്യൂഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താല്പര്യമുള്ള ഐസറുകൾ 7 ഐസറുകളിൽ നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ള ഐസറുകൾ മാത്രം പ്രിഫറൻസ് ഓർഡർ വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ 7 ഐസറുകളും നമുക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രിഫറൻസ് ഓർഡർ തയ്യാറാക്കാം. IIT 2024 റാങ്ക് വന്നതിന് ശേഷവും വേണമെങ്കിൽ പ്രിഫറൻസ് ഓർഡർ അറേഞ്ച് ചെയ്യാനും അവസരമുണ്ടായിരിക്കും. 7 ഐസറുകളിൽ ഉൾപ്പെടെ 5 ഇയർ BSMS പ്രോഗ്രാമിനും 4 ഇയർ BS പ്രോഗ്രാം ഉൾപ്പെടെ നമുക്ക് 1933 സീറ്റുകളാണ് ലഭിക്കുന്നത്, എല്ലാ റിസർവേഷനുകളും അടക്കം. ബരാംപൂറിൽ 180 സീറ്റ്, ഭോപ്പാലിൽ 255 സീറ്റ്, കൊൽക്കത്തയിൽ 250, മൊഹാലിയിൽ 250, പൂനെയിൽ 288, തിരുപ്പതിയിൽ 275, തിരുവനന്തപുരത്താണ് ഏറ്റവും സീറ്റ് കൂടുതൽ 320 സീറ്റുകൾ. 4 ഇയർ BS പ്രോഗ്രാമിന് ഭോപ്പാലിൽ എഞ്ചിനീയറിംഗ് സയൻസിന് 84 സീറ്റും എക്കണോമിക് സയൻസിന് 31 സീറ്റും. അങ്ങനെ മൊത്തം IIT 2024 വഴി നമുക്ക് വേണമെങ്കിൽ 1933 സീറ്റുകൾക്കാണ് ഈ പരീക്ഷ എഴുതുന്നത്. ജൂൺ 9 ഓൺലൈനായിട്ട് നടക്കുന്ന IIT 2024 ജൂൺ 9 രാവിലെ ആയിരിക്കും പരീക്ഷ. ഓൺലൈൻ പരീക്ഷയായിരിക്കും. മൊത്തം 60 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 15 ചോദ്യങ്ങൾ വീതമുള്ള ബയോളജി, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സിൻ്റെ സെക്കൻഡ് ഇയർ മൊത്തം 180 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. കറക്റ്റിന് 4 മാർക്കും നെഗറ്റീവ് ആണെങ്കിൽ 1 മാർക്കും ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെ മൊത്തം 240 മാർക്കിലായിരിക്കും IIT 2024 നടക്കുന്നത്. ആകെ ഐസറിൻ്റെ ചരിത്രത്തിൽ ഫുൾ മാർക്ക് 240 മാർക്ക് മേടിച്ചുകൊണ്ട് വിവേക് മേനോൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2023 ഓൾ ഇന്ത്യ 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ബെർലിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാന താരമായി ഇപ്പോൾ IISc ബാംഗ്ലൂരിൽ പഠനം തുടരുകയും ചെയ്യുന്നു. 2024 ഏപ്രിൽ 1 ശേഷമുള്ള
OBC, EWS, SC, ST സർട്ടിഫിക്കറ്റുകളാണ് അപേക്ഷയോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ടത്. ഈ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എങ്കിൽ ഓരോന്നിൻ്റെയും ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ്സിലുണ്ട്. അതിൻ്റെ ഡിക്ലറേഷൻ ഫോം നമ്മൾ തന്നെ ഒപ്പിട്ട് അഡ്മിഷൻ സമയത്ത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ചോളാം എന്നുള്ള ഡിക്ലറേഷൻ ഫോം അപ്ലോഡ് ചെയ്ത് കൊടുത്താലും നമുക്ക് കാറ്റഗറി റിസർവേഷൻ അനുസരിച്ച് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിംഗിൻ്റെയും ഡിഗ്രി പഠനത്തിനുമൊക്കെ അപ്പുറം ബിരുദത്തിനും ബിരുദാനന്തര ബിരുദത്തിലുമൊക്കെ റിസർച്ച് മൈൻഡുള്ള, റിസർച്ചിന് താല്പര്യമുള്ള, ഗവേഷണത്തിന് താല്പര്യരായ വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ ശാസ്ത്രത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് വിനിയോഗിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഐസറുകൾ സ്ഥാപിതമായത്. അന്വേഷണ താല്പര്യരായ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല മേഖലയിൽ വികസിക്കാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഐസർ സ്ഥാപനങ്ങൾ. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും ബയോളജിയുടെയും 60 ചോദ്യങ്ങളിലൂടെ ഏറ്റവും നല്ല ഒരു വിജയം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഐസർ സ്ഥാപനങ്ങളിലെ പഠനത്തിലും അതിനുശേഷം ഇന്ത്യയിലെ ഏത് ലാബോറട്ടറികളിലും നിങ്ങളുടെ PhD ഉൾപ്പെടെയുള്ള ഉപരിപഠനത്തിനും നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള സാധ്യതകളുമുണ്ട്. കേരളത്തിൽ നിന്നുള്ളൊരു വിദ്യാർത്ഥി തിരുവനന്തപുരം ഐസറിലല്ലാതെ മറ്റൊരു ഐസറിലാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ സ്കോളർഷിപ്പോടുകൂടി ഡിഗ്രി പഠനം, ഐസർ പഠനം നടത്താനുള്ള സാധ്യതകളുമുണ്ട്. അങ്ങനെ ഒരു കുട്ടിയുടെ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് എന്ന മേഖലയിലോട്ട് കടക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സ്ഥാപനങ്ങളാണ് ഐസർ സ്ഥാപനങ്ങൾ. ജൂൺ 9 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്കിനനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകൾ വിരിക്കാൻ സാധിക്കും. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.